നമശിവായ. ഗുഡ് മോർണിംഗ് മക്കൾ. ഇന്ന് നിങ്ങൾക്ക് ലെസൺ 11 വരുതേ വീണാവാദിനി എന്നുള്ള ലെസനാണ് മിസ് റിവൈസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ? വരുതേ വീണാവാദിനി എന്നുള്ള കവിത സൂര്യകാന്ത ത്രിപാഠി നിരാലയുടെ വരുതേ വീണാവാദിനി എന്നുള്ള സരസ്വതീ ദേവിയെ പറ്റിയുള്ള കവിതയാണ് മക്കൾ പഠിച്ചിരുന്നത്. അപ്പോൾ ഈ കവിതയിൽ കവി വിദ്യാദേവി സരസ്വതിയോട് പ്രാർത്ഥിക്കുകയാണ് അല്ലേ? അല്ലയോ മാതാവേ, എന്താണ് വേണ്ടത്? ഭാരതത്തിൽ നമ്മുടെ നാടാകുന്ന, നമ്മുടെ ദേശമാകുന്ന ഭാരതത്തിൽ ഒരു പുതിയ സ്വരം നൽകാനും അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ജ്ഞാനമാകുന്ന ദീപം തെളിയിക്കാനും കവി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ കവി തൻ്റെ ദേശത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതും സരസ്വതി ദേവി ഈ ഭാരതത്തിന് എല്ലാ വിധത്തിലും ഒരു പുതിയ ചൈതന്യം, പുതിയ ഉത്സാഹം എല്ലാവരുടെയും ഹൃദയത്തിൽ നിറയ്ക്കാനാണ് കവി ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ മൂൽഭാവം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ജ്ഞാനിയാക്കുക. സഭി കോ ജ്ഞാനി ബനാന, അജ്ഞാൻ കോ മിട്ടാന, തഥാ നയാസുർ പ്രധാൻ കർണ. എല്ലാവരെയും ജ്ഞാനിയാക്കാനും അജ്ഞാനത്തെ ഇല്ലാതാക്കാനും ഒരു പുതിയ സ്വരം എല്ലാവരിലും നിറയ്ക്കാനുമാണ് കവി ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ കവിതയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഈ കവിതയുടെ ഭാവാർത്ഥം മനസ്സിലാക്കുകയും അതിലുള്ള മീനിങ്സ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുകയും നിങ്ങളുടെ ഉള്ളിൽ ദേശസ്നേഹം നിറയ്ക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക. അതിൽ എഴുതിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും നോട്ട് എഴുതിയിട്ടുണ്ടാവുമെന്നാണ് മിസ് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾ റിവിഷനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സോ എന്ത് തന്നാലും എല്ലാം കംപ്ലീറ്റ് ആക്കി നിങ്ങളുടെ നോട്ട്ബുക്ക് കംപ്ലീറ്റ് ആയിരിക്കണം എപ്പോഴും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കവി കിസ്സേ വർ മാംഗ് രഹാ ഹെ? കവി വിദ്യാദേവി സരസ്വതി സെ വർ മാംഗ് രഹാ ഹെ, അല്ലെങ്കിൽ വിദ്യാ കി ദേവി സരസ്വതി സെ എന്നും അല്ലെങ്കിൽ വീണാവാദിനി എന്നും എഴുതാം. ഓക്കെ, സെക്കൻഡ് വൺ, വീണാവാദിനി കിസെ കഹാ ജാത്താ ഹെ? ആൻസർ സരസ്വതി കോ. സെൻറ്റൻസിലും എഴുതാം, അല്ലാണ്ട് വൺ വേർഡിലും എഴുതാം. കിസ് തരഹ കെ ബന്ധൻ കാട്ടനെ കെ ലിയെ കഹാ ഗയാ ഹെ? ആൻസർ അജ്ഞാനതാരൂപി ബന്ധൻ. ഏത് തരത്തിലുള്ള ബന്ധനമാണ് ഇല്ലാണ്ടാക്കേണ്ടത്? അജ്ഞാനമാകുന്ന ബന്ധനം. ഓക്കെ, നെക്സ്റ്റ്, വിഹഗവൃന്ദ കോ കിസ്കി ആവശ്യകത ഹെ? പക്ഷികൾക്ക് അല്ലേ? ഭാരതത്തിലെ പക്ഷികൾക്ക് എന്തിൻ്റെ ആവശ്യമുണ്ടെന്നാണ് ചോദിക്കുന്നത്. നവീന സ്വരോങ്കി അല്ലേ? പുതിയ സ്വരം, എല്ലാവർക്കും പുതിയ സ്വരം കൊടുക്കണം എന്നാണ് കവി പറയുന്നത്. കവി ഭാരത് മേ ക്യാ ഭർനെ കി പ്രാർത്ഥന കർത്തേ ഹേ? ഭാരതത്തിൽ എന്ത് നിറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്? സ്വതന്ത്രതാവ മാനവ കല്യാൺ കി ഭാവന. എല്ലാവർക്കും സ്വാതന്ത്ര്യവും മനുഷ്യത്വവും അല്ലെ? മാനവ കല്യാൺ, മനുഷ്യ നന്മ, അതാണ് കവി ആഗ്രഹിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇത്രയും വൺ വേർഡ്സാണ്. അടുത്തതായി തന്നിരിക്കുന്നത് സന്ദർഭസഹിത ഭാവ സ്പഷ്ട കീജിയിലെ ഭാവ ലിഖിയെ എന്നാണ്. ഭാവാർത്ഥം എഴുതാനാണ് തന്നിരിക്കുന്നത്. 4 ലൈൻസ് തന്നിട്ടുണ്ട്. കാട്ട് അന്ധ ഉർക്കെ ബന്ധന സ്തർ, ബഹാജനനി ജ്യോതിർമയ നിർജർ, കലുഷഭേദ തമഹർ പ്രകാശ ഭർ ജഗമഗ് ജഗ് കരുതേ. ഇതിൻ്റെ ഭാവാർത്ഥം പറയാനാണ്. അപ്പോൾ പ്രസ്തുത പങ്ക്തിയാ सरगम हिंदी पाठमाला 7 से उद्गृत है. इसमें कवി മാ സരസ്വതി സെ ബിൻതി കർ രഹേ ഹെ എന്ന് പറഞ്ഞാൽ ഈ കവിത എടുത്തിരിക്കുന്നത് സർഗം ഹിന്ദി പാഠമാലയിലെ ലൈൻസ് വരികളാണ്. പിന്നെയോ ഇസ്മേ കവി മാ സരസ്വതി സെ ബിൻതി കർ രഹേ, ഇതിൽ കവി മാതാ സരസ്വതിയോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്.
इस काव्य पंक्तियों का भाव यही है कि हृदय पर अज्ञानता का जो आवरण है उसे नष्ट करके स्नेह रूपी अमृत में ആനന്ദാതിരേക് होना. നമ്മുടെ ഈ കവിതയിലൂടെ ഈ ലൈൻസിലൂടെ ഭാവം പ്രകടിപ്പിക്കൽ ഇതിൻ്റെ ഭാവാർത്ഥം ഇങ്ങനെയാണ്. എന്താണ്? ഹൃദയ പർ അജ്ഞാനത കാ ജോ ആവരൺ ഹെ, നമ്മുടെ ഹൃദയത്തിൽ അജ്ഞാനതയുടെ ഏതൊരാവരണമാണോ ഉള്ളത്, ഉസെ നഷ്ട കർക്കെ, അതിനെ നഷ്ടപ്പെടുത്തി, അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് സ്നേഹരൂപി അമൃതുമേ ആനന്ദാതിരേക് ഹോന, സ്നേഹരൂപമാകുന്ന അല്ലെങ്കിൽ സ്നേഹമാകുന്ന അമൃത് അല്ലേ, ആ സ്നേഹത്തിൽ എന്താണ് വളരെയധികം സന്തോഷവാന്മാരായിരിക്കുക. कवि वीणावादिनी देवी सरस्वती से ये प्रार्थना करता है कि वो ऐसा ज्ञान प्रदान करे कि अज्ञान को नष्ट करके वो पूरे विश्व को ആലോകിത് യാ പ്രകാശിത് കർഡെ. അപ്പോൾ കവി സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഈ മുഴുവൻ വിശ്വത്തെയും ജ്ഞാനം കൊണ്ട് നിറയ്ക്കാൻ അല്ലേ. കാവ്യപംക്തിയോമേ പ്രയുക്ത ശബ്ദ ബന്ധനസ്തർ ഇസ്കാ പ്രതീക, അതാണ് ബന്ധനസ്തർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മക്കൾ എഴുതുക. അടുത്തത് തേർഡ് വൺ, നിമ്നാങ്കിത പ്രശ്നോക്ക് ഉത്തർ ലിഖിയെ. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തത് കവി കിസ് ബന്ധൻ കി ബാത്ത് കർ രഹേ ഹെ, वो बंधन किस तरह टूट सकता है. കവി ഏത് ബന്ധനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, ആ ബന്ധനം എങ്ങനെയാണ് പൊട്ടാൻ പോകുന്നത്? ആൻസർ, കവി അജ്ഞാനതാരൂപി ബന്ധൻ കി ബാത്ത് കർ രഹേ ഹെ, കവി അജ്ഞാനമാകുന്ന അന്ധകാരത്തിൻ്റെ ബന്ധനത്തെയാണ് സൂചിപ്പിക്കുന്നത്. वो बंधन ज्ञान प्रेम नवीनता स्नेह मधुरता आदि से टूट सकता है. ഈ അജ്ഞാനമാകുന്ന അന്ധകാരമല്ലേ ബന്ധനം എങ്ങനെയൊക്കെയാണ് നശിക്കുന്നത്? അറിവ്, സ്നേഹം അല്ലേ, നവീനത, ഒരു പുതുമ എല്ലാറ്റിലും, സ്നേഹം, മധുരത, ഇതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൊണ്ടാണ് അജ്ഞാനമാകുന്ന അന്ധകാരം നശിക്കുന്നത്. ജ്ഞാനമാകുന്ന, സ്നേഹമാകുന്ന, കരുണയാകുന്ന അല്ലെങ്കിൽ പുതുമയാർന്ന ഒരു പ്രകാശം നിറയ്ക്കുമ്പോഴാണ് അജ്ഞാനം ദൂരെ മാറി നിൽക്കുന്നത് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നവ पर नव स्वर दे, इससे किसको और कैसा स्वर मिलेगा. നവ पर നവ स्वर दे എന്ന് പറയുന്നത് ആരിൽ സ്വരം നിറയ്ക്കാനാണ് പറയുന്നത്? നവ पर നവ स्वर दे से ഭാരതീയോं को നവീന സ്വർ മിലേഗ, അവിടെ ഭാരതീയർക്കാണ് ഒരു പുതിയ സ്വരം കിട്ടേണ്ടത് അല്ലേ, കിട്ടുക എന്നാണ് പറയുന്നത്. തേർഡ് വൺ, പ്രിയ സ്വതന്ത്ര രവ് അമൃത മന്ത്ര നവ് ഭാരത് മേ ഭർ ദേ, ഇസ് പങ്ക്തി കാ ക്യാ താത്പര്യ ഹെ, ചർച്ച കർക്കെ ലിഖിയെ. प्रिय स्वतंत्र रव अमृत मंत्र नव भारत में भर दे, इस पंक्ति से तात्पर्य है कि भारतीयों की वाणी की स्वतंत्रता व मानवीय कल्याण की भावना का विकास करने वाले आध्यात्मिक मूल्यों से जोड़ना. മനുഷ്യരുടെ നന്മയ്ക്കായിട്ടുള്ള ഒരു ഭാവന അല്ലേ, ആ സ്വതന്ത്രപരമായിട്ടുള്ളതും മാനവീയ കല്യാണം, മനുഷ്യർക്ക് നന്മ വരുത്തുന്നതുമായ ഒരു ഭാവനയാണ് ആധ്യാത്മിക മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അതിനെയാണ് ഇവിടെ കവി പ്രിയ സ്വതന്ത്രരവ് അമൃത മന്ത്രരവ് ഭാരത് മേ ഭർദേ എന്ന് പറയുന്നത്. इस विषय में अपने निजी विचारों का विकास करना तथा ऐसे कार्य करना जिससे ചാരോം തരഫ് നവീനത ദിഖായി ദേ. അപ്പോൾ നാലു ഭാഗത്ത് നമുക്ക് ചുറ്റിലും ഒരു പുതുമ കാണാൻ ഇങ്ങനെയുള്ള നല്ല വിചാരങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. ഓക്കെ, ഇത്രയാണ് മിസ് തന്നത്. നിമ്നലിഖിത പ്രശ്നമൊക്കെ വിസ്താരപൂർവ്വം ഉത്തർ ലിഖിയെ എന്നുള്ളത് എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. അത് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. വാല്യൂ അത് മിസ് തന്നിട്ടില്ല, അത് വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ലെസനെ അടിസ്ഥാനമാക്കി എഴുതേണ്ടതാണ്. ഓക്കെ, അന്നദാനം മഹാദാനം വിദ്യാദാനം മഹത്തരം, അർത്ഥാത് അന്നദാൻ മഹാദാൻ ഹെ
परंतु इससे क्षणिक तृप्ति मिलती है और विद्या इससे भी बड़ा दान है जो जीवन पर्यंत साथ देती है. इस विषय पर अपने विचार प्रस्तुत कीजिए. നിങ്ങളോട് നിങ്ങളുടെ വിചാരം, നിങ്ങളുടെ എന്താണ് മനസ്സിൽ എന്താണ് വരുന്നത് അതാണ് എഴുതാൻ പറയുന്നത്. അന്നദാനം, മഹാദാനം, വിദ്യാദാനം, മഹത്തരം എന്ന് പറഞ്ഞാൽ അന്നദാനവും മഹാദാനമാണ്, വിദ്യാദാനവും അതിലും മഹത്തരമാണ് അല്ലേ. അപ്പോൾ വിദ്യ വിനയേന ശോഭിതേ. ഈ ഉക്തി പർ ഏക്ക് കഹാനി ലിഖിയെ. ഒരു കഥ എഴുതാനാണ് പറയുന്നത്. ഇതൊന്നും അത് എക്സാമിന് വരുന്നതല്ല. ഓക്കെ. പിന്നെ ഇതിൽ പിന്നീട് പറയുന്നത് പേജ് നമ്പർ 80 നിമ്നലിഖിത് ശബ്ദോ കെ അർത്ഥ ലിഖിയേ എന്നുള്ളതാണ്. അതിൽ നവ്, നയ, തമ, അന്ധകാർ അല്ലേ. തമ, അന്ധകാർ. നവ്, നയ, നിർജ്ജർ, ഝർണ. തമ, അന്ധകാർ. പിന്നെയോ പർ, परंतु, नभ, आकाश, कलुष, पाप അല്ലെങ്കിൽ ഗന്ദകി. നെക്സ്റ്റ് നിമ്നലിഖിത ശബ്ദോं का वाक्यों में प्रयोग कीजिए. ഒന്നാമത്തെ തമാണ്. അത് വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് വളരെ സ്മോൾ സെൻറ്റൻസ്, സിമ്പിൾ സെൻറ്റൻസ് ആയിട്ടാണ്. ഗുരു തമക്കോ ദൂർ കർത്തേ ഹെ അല്ലേ. ഗുരു അന്ധകാരത്തെ ഇല്ലാതാക്കുന്നു. നവള എന്നുള്ളത് നയേ ഗാവ് മേ സബ് നവൾ സാ ലഗ്താ ഹെ. പുതിയ ഗ്രാമത്തിലെല്ലാം പുതുമയായി തോന്നുന്നു. വിഹഗ് ആസമാനമേ വിഹഗ് വിചർ രഹേ. ആകാശത്തിൽ പക്ഷികളിങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നു. ജ്യോതിർമയ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായിടത്തും പ്രകാശം നിറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ജ്യോതിർമയ ഹെ, എല്ലായിടത്തും സർവ്വവ്യാപിയായിരിക്കുന്നത് എന്നുള്ള അർത്ഥമാണ് അല്ലേ. അപ്പോൾ ഭഗവാൻ ഈശ്വരൻ എന്ന് പറയുന്നത് ജ്യോതിർമയനാണ്. നെക്സ്റ്റ് വൃന്ദ്. ബച്ചോനെ വൃന്ദ ഗാന പ്രസ്തുത് കിയ. വൃന്ദ തന്നെ ഗ്രൂപ്പാണ്. കുട്ടികൾ ഗ്രൂപ്പ് സോങ് ആലപിച്ചു. ജലത്. ജലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘം അല്ലേ. നഭുമേ ജലത് ദിഖ് റഹേ ഹെ. അപ്പോൾ ഇത്രയുമാണ് എക്സസൈസ് ഉള്ളത്. അപ്പോൾ ഇത് മക്കൾ നന്നായി പഠിക്കുക. ഓക്കെ. അതേപോലെ നിങ്ങൾക്ക് തന്ന പ്രൊജക്റ്റ് അത് കൃത്യസമയത്ത് സബ്മിറ്റ് ചെയ്യുക. ഗ്രൂപ്പ് പ്രൊജക്റ്റ് ഗ്രൂപ്പായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ 7th സ്റ്റാൻഡേർഡിന് കുറച്ച് ആൾക്കാർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് മിസ്സ് പറഞ്ഞു തന്നതാണ്, അന്ന് മീറ്റിങ്ങിൽ പറഞ്ഞു തന്നതാണ്. നിങ്ങൾ സ്വന്തമായിട്ടൊരു കവിത, പോയം, അത് ചിത്രമടക്കം നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന എന്താണോ വാട്ടറിനെ പറ്റിയുള്ള ഒരു പിക്ചറടക്കം ഒരു കവിത, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയം എഴുതുക. എന്നിട്ട് ഗ്രൂപ്പാക്കിയിട്ട് സെൻഡ് ചെയ്യുക. ഓക്കെ. നമഃ ശിവായ.